ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യാശയുടെ ദൈവമായ സമസ്ത സ്രഷ്ടാവിൻ്റെ മുന്നിലേക്കാണ് നാം ഈ പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. കർത്താവായ ദൈവം നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഓരോ നിമിഷങ്ങളെയും നമുക്ക് നൽകിയത് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഇന്ന് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഓരോ നിമിഷങ്ങളിലും നാം വിജയിക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം. വിശ്വാസത്തിൻ്റെ ദൈവമായ കർത്താവ്, പ്രത്യാശയുടെ ദൈവമായ കർത്താവ്, നാം പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സഹനങ്ങളെല്ലാം നാളത്തെ മഹത്വത്തിനു വേണ്ടിയാണ് എന്ന ബോധ്യം കർത്താവ് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും കൂടുതൽ ശക്തി പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം കാണുന്ന അനവധി വെല്ലുവിളികൾ, നമുക്ക് ചുറ്റുമുണ്ടാകുന്ന അനവധി പ്രശ്നങ്ങൾ, പല വ്യക്തികളുടെ പ്രശ്നങ്ങൾ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ പ്രശ്നങ്ങൾ, കൂടെ ജോലി ചെയ്യുന്നവരുടെ ദുഃഖവും ദുരിതവും, നാം അനേകം വ്യക്തികളുടെ കണ്ണുനീർ കാണുന്നുണ്ട് ഓരോ ദിവസവും. എന്നാൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. നിങ്ങളുടെ സഹനങ്ങളെല്ലാം നിങ്ങളുടെ മഹത്വത്തിനു വേണ്ടി കർത്താവ് മാറ്റി തീർക്കും. അതിനാൽ സഹനങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സമയമാണ്. സഹനങ്ങളെ അതിജീവിക്കാൻ ദൈവാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും. ഇന്ന് ദൈവവചനം കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ, കാതുകളെ ഒരുക്കാം. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. താൻ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നത് എങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതം നൽകി, പുതിയ ദിവസം നൽകി ഞങ്ങളെ വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് വിളിച്ചതിനെ ഓർത്ത് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ഓരോരുത്തരുടെയും സഹനങ്ങളെ, വേദനകളെ, നിസ്സഹായ അവസ്ഥയെ, അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന തിരസ്കരണങ്ങൾ, വിഷമങ്ങൾ, സാമ്പത്തിക ദുരിതങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ, ഒറ്റപ്പെടൽ, കുറ്റപ്പെടുത്തലുകൾ, ഇവയെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു. എൻ്റെ കർത്താവേ,
എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുമക്കൾ, യുവതി യുവാക്കൾ, ഇവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മക്കളുടെ സഹനങ്ങൾക്കെല്ലാം വലിയ മഹത്വം നൽകി. ഈ സഹനങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിക്കായിരുന്നു, പദ്ധതി വെളിപ്പെടാൻ വേണ്ടിയായിരുന്നു, ദൈവമഹത്വം തങ്ങളുടെ ജീവിതത്തിൽ കാണുന്നതിനു വേണ്ടിയായിരുന്നു ഈ സഹനങ്ങളെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം നിന്റെ പരിശുദ്ധാത്മാവിനെ നൽകി ഓരോ സഹനങ്ങളെയും ദൈവം മഹത്വത്തിനു വേണ്ടി ദൈവീക പദ്ധതിയുടെ ഭാഗമായി കണ്ട് സഹനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പല സഹനങ്ങളെയും ഞങ്ങൾ പരാതി പറഞ്ഞ്, ഞങ്ങൾ നിഷേധാത്മകമായി കണ്ട് അതിൻ്റെ നന്മയെ നഷ്ടപ്പെടുത്തി. എന്നാൽ ഇനിയുള്ള ഞങ്ങളുടെ ഓരോ സഹനങ്ങളും ഞങ്ങളുടെ കുടുംബത്തിനകത്തും പുറത്തും, ജോലി സ്ഥലത്തും, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും, ഞങ്ങളുടെ അന്തരാത്മാവിൻ്റെ സഹനങ്ങൾ, ഞങ്ങളുടെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഓരോ സഹനങ്ങളെയും ഇനി ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിനും അതിൻ്റെ പ്രതിഫലം ദൈവമഹത്വത്തിനു വേണ്ടി ഉള്ളതാണ്. അത് എൻ്റെയും എന്നെ കേൾക്കുന്നവരുടെയും മഹത്വത്തിനു വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിക്കുവാൻ, എന്ന് പ്രത്യാശിക്കുവാൻ, ആ പ്രത്യാശയ്ക്കു വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സഹനങ്ങളെയെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കി മാറ്റാൻ പോകുന്ന ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ സഹനങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇനിയുള്ള ഞങ്ങളുടെ സഹനങ്ങൾ എല്ലാം ദൈവമേ, ഞങ്ങളുടെ മഹത്വത്തിനു വേണ്ടി നീ മാറ്റാൻ പോകുന്നതിനെ ഓർത്ത് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ പദ്ധതി ഞങ്ങളിൽ വെളിപ്പെടുന്നതിനും അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി എന്ന സന്തോഷം ഞങ്ങൾക്കുണ്ടാകുന്നതിനും കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഇനി മുതൽ ഞങ്ങളുടെ ഇഷ്ടമല്ല, സർവശക്തനായ ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, നിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തപ്പെടേണ്ടത്. അതിനാൽ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എന്തെന്നാൽ മാനുഷികമായി ആർക്കും ദൈവഹിതം ചെയ്യാൻ സാധിക്കുകയില്ല. കർത്താവേ, ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഞങ്ങൾ പൂർണ്ണമായി നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിന്റെ ഹിതം നിറവേറ്റാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഇനി മുന്നോട്ട് നയിക്കപ്പെടാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും, ഞങ്ങളുടെ ജോലിയിൽ, ഉത്തരവാദിത്തങ്ങളിൽ, യാത്രകളിൽ, ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ, ഞങ്ങളുടെ ഇടപെടലുകളിൽ എല്ലാം നിന്റെ സഹായം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും, അവരുടെ ആവശ്യങ്ങളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ, അത് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളിലും ദൈവം ഇന്നിടപെട്ട് നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളെ ആശീർവദിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സാധിക്കുന്നവർ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.